ഹായ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ പെരുന്നാളിന്റെ തലേന്നാട്ടോ. പെരുന്നാളിന്റെ തലേന്ന് ഇപ്പോ ഫുഡിന് വേണ്ടിയിട്ടുള്ള പെരുന്നാളിന്റെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ചാല് അത് അത്ര എളുപ്പമാവുമല്ലോ. ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തലേന്ന് പുഡിങ്ങിന് വേണ്ടിയിട്ട് പാല് പാലിലോട്ട് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതുപോലെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പാലൊന്ന് തിളക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ മിക്സ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് കാണണം. അല്ലെങ്കിൽ തണുക്കുന്നവരായ ഒരു പഞ്ചസാരന്റെ അളവ് കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പൊ അതിനുശേഷം ഇറക്കി വെച്ചിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ വേഗത്തിൽ എളുപ്പമായല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വേഗം എളുപ്പമായോ. രാവിലെ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കസ്റ്റേർഡ് പുഡിങ് റെഡി ആട്ടോ. അപ്പോ അതുപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കി ഒന്ന് കുറച്ചു നേരം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കുക. അപ്പൊ ഇതൊക്കെ റെഡിയാക്കിയാൽ നമുക്ക് പെരുന്നാളിന് രാവിലെ വേഗത്തിലൊന്ന് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുമോ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഒക്കെ എളുപ്പമായി കിട്ടും. അതുകൊണ്ട് തലേന്നേ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ പെരുന്നാളിന്റെ കാര്യങ്ങളായിട്ട് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.